കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ നേതാക്കളുമായി നടന്ന വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിക്കാൻ KPCC അധ്യക്ഷൻ ഡൽഹിയിലേക്ക് തിരിക്കാനൊരുങ്ങുന്നു. ഈ പുനഃസംഘടന വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു നിർണായക ചുവടുവയ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പുനഃസംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് DCC അധ്യക്ഷന്മാരുടെ മാറ്റമാണ്. നിലവിൽ തൃശൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അധ്യക്ഷന്മാരെ മാറ്റുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ 9 ജില്ലകളിൽ അധ്യക്ഷന്മാർ മാത്രം മാറ്റുന്നതിനെ കുറിച്ചോ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ട് സാധ്യതകളും പരിഗണിച്ച് വെവ്വേറെ പട്ടികകളാണ് ഹൈക്കമാൻഡിന് സമർപ്പിക്കാൻ KPCC നേതൃത്വം ആലോചിക്കുന്നത്. 9 DCC അധ്യക്ഷന്മാരെ മാറ്റാനാണ് സാധ്യത കൂടുതൽ. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, എറണാകുളം തുടങ്ങിയ ചില ജില്ലകളിൽ നിലവിലെ അധ്യക്ഷന്മാർക്ക് തുടർച്ച ലഭിച്ചേക്കാം. മലപ്പുറത്ത് VS ജോയി, കണ്ണൂരിൽ മാർട്ടിൻ ജോസഫ്, എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ് എന്നിവർക്ക് വീണ്ടും അവസരം ലഭിക്കാനാണ് സാധ്യത. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ നേതാക്കളുടെ പ്രവർത്തന മികവ് പാർട്ടിക്കുള്ളിൽ അംഗീകരിക്കപ്പെട്ട എന്നതാണ്. ഹൈക്കമാൻഡിന്റെ ഈ ഇടപെടൽ DCC അധ്യക്ഷന്മാരുടെ നിയമത്തിന് AICC ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുറഞ്ഞത് ഒരു വനിതയും ഒരു പട്ടികജാതി വർഗ വിഭാഗത്തിൽ നിന്നുള്ളതുമായ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം പാലിക്കാൻ വേണ്ടിയാണ് 13 DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന ഓപ്ഷൻ പരിഗണിക്കുന്നത്. എറണാകുളത്ത് VP സജേന്ദ്രനും DCC അധ്യക്ഷനായി പരിഗണിക്കുന്നതിലൂടെ മുന്നോക്ക സംവരണം ഉറപ്പാക്കാനാകും. വനിതാ സംവരണത്തിനായി ഒരു വനിതാ നേതാവിനെ വടക്കൻ ജില്ലയിൽ നിന്നും DCC അധ്യക്ഷനാകാനും ആലോചനയുണ്ട്. മുൻപ് കൊല്ലം DCC അധ്യക്ഷനായി പ്രവർത്തിച്ച ബിന്ദു കൃഷ്ണയുടെ അനുഭവ പരിചയം ഇവിടെ പ്രസക്തമാണ്. സാധ്യതാ പട്ടികയിലുള്ള പ്രധാന നേതാക്കളിൽ വിവിധ ജില്ലകളിൽ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചില പ്രമുഖ നേതാക്കളുടെ പേരുകളും സജീവമാണ്. തിരുവനന്തപുരം M. വിൻസെന്റ് MLA, KC ശബരിനാഥ് എന്നിവരെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. CPM സ്വാധീന മേഖലയായ കോവളത്ത് നിന്ന് വിജയിച്ച M. വിൻസെന്റ് ഒരു കടുത്ത പോരാളിയാണ്. എന്നാൽ അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരുന്നതിനാൽ ശബരിനാഥിനെ വീണ്ടും സജീവമായി പരിഗണിക്കുന്നുണ്ട്. കൊല്ലം CR മഹേഷിന്റെ പേരാണ് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. കരുനാഗപ്പള്ളിയിലെ CPM ശക്തിദുർഗത്തിൽ നിന്നുള്ള മഹേഷ് ശക്തനായ നേതാവാണ്. പാലക്കാട് തൃത്താല പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന VT ബലറാം DCC അധ്യക്ഷനാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹത്തിനും സ്വന്തം മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പുതിയ ഭാരവാഹികളും അവരുടെ ചുമതലകളും പുനഃസംഘടനയിൽ 5 വൈസ് പ്രസിഡന്റുമാരും 30 ജനറൽ സെക്രട്ടറിമാരും 60 സെക്രട്ടറിമാരും ഒരു ട്രഷറർ എന്നിവരുണ്ടാകും. ഇപ്പോൾ നിലവിലത്തെ KPCC സെക്രട്ടറി പദവി പുനഃസ്ഥാപിച്ച് കൂടുതൽ നേതാക്കളെ ഉൾക്കൊള്ളിക്കണമെന്നതായി അവരുടെ എണ്ണം 60-ൽ നിന്നും 70 വരെയായി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. KPCC ഭാരവാഹികളിലേക്ക് മുതിർന്ന നേതാക്കളെയും പരിഗണിക്കുമെന്ന് സൂചനയുണ്ട്. മുമ്പ് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പാലോട് രവി, മുൻ MLA AT ശരത് ചന്ദ്ര പ്രസാദ്, അജയ് തറയിൽ, ജോസഫ് വാഴക്കാൽ തുടങ്ങിയ KPCC ജനറൽ സെക്രട്ടറിമാരാകും. രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകാരനായ ജ്യോതികുമാർ ചാമക്കാൽ KPCC ട്രഷറർ ആകുമെന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ ഒഴിവാക്കാൻ ഓരോ തസ്തികയിലേക്കും കൃത്യം പേരുള്ള പട്ടികയാണ് KPCC നേതൃത്വം ഡൽഹിയിലേക്ക് പോകുന്നത്. ഇത് പുനഃസംഘടനാ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.